അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ കൂടെ ഇന്നലകളിൽ കോവിഡിന്റെ സമയത്ത്, പ്രളയത്തിന്റെ സമയത്ത്, വന്യജീവി ആക്രമണത്തിന്റെ സമയത്ത്, ഈ 3 സമയത്തും ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. വയനാട്ടിലെ ആളുകൾ ആ വേദനിക്കുന്ന സമയത്ത് കണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയെ മാത്രമാണ്. രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ള ഒരു ആരോപണം ഇവിടെ ശ്രീ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇന്നുയർത്തിയതായി ഉൾപ്പെടെ അറിയാൻ സാധിച്ചു. അവരോടൊക്കെ പറയാനുള്ളത്, കോവിഡിന്റെ സമയത്ത് നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല, പ്രളയത്തിന്റെ സമയത്ത് നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല, പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല, വന്യജീവി ആക്രമണം ഉണ്ടായി, പാക്കത്തെ പോള് മരിച്ചപ്പോൾ, അജീഷ് മരിച്ചപ്പോൾ, പിന്നെ വാഗേരിയിലെ പ്രജീഷ് മരിച്ചപ്പോൾ, അങ്ങനെ തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഒന്നും ഞങ്ങളാരും ഇവരെ ആരും കണ്ടില്ല. കണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയെ മാത്രം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചേർത്ത് നിർത്തലിന്റെ രാഷ്ട്രീയം. ഏതൊക്കെ കുടുംബത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മുഴുവൻ ശ്രദ്ധയിൽ വന്നപ്പോൾ അത് പരിഹരിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു ഉജ്ജ്വലനായിട്ടുള്ള പൊതുപ്രവർത്തകൻ. ഈ വയനാട് ജില്ലയ്ക്ക് ഇതുവരെ ഒരു മേഖലയിലും ഒരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത വലിയ വികസന പ്രവർത്തനം പാർലമെന്റ്, കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും ഇല്ലാതിരുന്നിട്ടും അതൊക്കെ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കുള്ള വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷ വലിയ അളവിൽ നിലനിർത്താൻ 5 ലക്ഷത്തിലധികം മഹാഭൂരിപക്ഷത്തിന്റെ ഉജ്ജ്വലമായ വിജയം ശ്രീ രാഹുൽ ഗാന്ധിക്ക് കരസ്ഥമാക്കാനുള്ള വോട്ട് ക്യാമ്പയിൻ പ്രവർത്തനമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വളരെ ആവേശത്തോടുകൂടി അത് മുന്നോട്ട് പോവുകയാണ്. മുഴുവൻ നേതാക്കന്മാരാണ് ഞങ്ങളുടെയൊക്കെ. ഇപ്പോൾ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അജിതേച്ചിയുണ്ട്, മണ്ഡലം പ്രസിഡന്റ് ഗിരീഷേട്ടൻ, പ്രിയപ്പെട്ട മുസ്തഫ മുസ്ലിം ലീഗ് പ്രസിഡന്റ്, അതുപോലെ പ്രാദേശിക നേതാക്കന്മാർ, അങ്ങനെ തുടങ്ങി പ്രവർത്തകന്മാർ എല്ലാവരും ഒന്നിച്ച് ഭവന സന്ദർശനത്തിന് നേതൃത്വം കൊടുത്തു. ഓക്കെ.